ഉണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 37 അധ്യായം അതിന്റെ 34 വാക്യത്തിലൂടെയാണ്. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. അപ്പോൾ ഇതിനകത്ത് എന്താണ് മെയിനായിട്ട് പറയുന്ന ഒരു വാക്ക്? പ്രത്യാശ എന്നൊരു വാക്കാണ്. പ്രത്യാശ, നല്ലൊരു പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയെ അവകാശമാക്കാൻ വരെ നമുക്ക് സാധിക്കുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പം ആ പരീക്ഷ ഒരാൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, നീ ആ പരീക്ഷ പാസ്സാകത്തില്ല, അല്ലെങ്കിൽ നിന്റെ ആ വീട് പണി നടക്കത്തില്ല, അത് ശരിയാവത്തില്ല എന്നൊരാൾ വന്ന് പറയുമ്പം ഞാൻ വിചാരിക്കുകയാണ്, ആളങ്ങനെ പറഞ്ഞല്ലോ, ശരിയാവും, എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിവില്ല, ശരിയാവത്തില്ല, ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ മനസ്സിലെ പ്രത്യാശയും വിശ്വാസവും ഒക്കെ അങ്ങ് ഇടിച്ചു താഴ്ത്തി നമ്മളങ്ങ് മാറി നിന്ന് കഴിഞ്ഞ് എന്തു പറ്റും? നമ്മൾ തോറ്റുപോകും, ഉറപ്പാ. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് പറയണം? ഇങ്ങനെ പറഞ്ഞു വരുന്നവരോട് നമ്മൾ എന്ത് പറയണം? പറ്റത്തില്ല 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 എന്ന് പറഞ്ഞു വരുന്നവരോട് നമ്മൾ എന്ത് പറയണം? എനിക്ക് പറ്റും 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 പറ്റും. എൻ്റെ കൂടെ ഏറ്റവും ലോകത്തെ എല്ലാത്തിനെയും കീഴടക്കാൻ പറ്റിയ ജയാളിയായ യേശു എൻ്റെ കൂടെ ഉള്ളപ്പം ഈ ഒരു വാക്കിനെ ആണോ എനിക്ക് മറികടക്കാൻ പറ്റാതെ? ധൈര്യമായിട്ട് പറയണം, പോയി പണി നോക്ക്, അങ്ങനെ തന്നെ പറയണം. ആരിലും ശക്തനായ ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പം ഈശോയുടെ മക്കൾക്ക് എന്ത് വേണം? ആ ഒരു ധൈര്യവും വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ നമ്മൾ ഉയർന്നു തന്നെ വരും. ഇന്ന് ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ മക്കൾക്ക് അനേകം വിഷമങ്ങളുണ്ട്, അനേകം ഭാരങ്ങളുണ്ട്. പലരും ഞങ്ങളെ നോക്കി പറയുന്നുണ്ട്, നിനക്ക് പറ്റത്തില്ല, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നീ ഒരു പൊട്ടനാണ്, പൊട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും ജോലിയുടെ മേഖലയിൽ നിന്നും ഒക്കെ ഒത്തിരി വെല്ലുവിളികൾ വരുന്നുണ്ടപ്പ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. ഞങ്ങളുടെ ഉള്ളിൽ പ്രത്യാശയും പരിശുദ്ധാത്മാവിന്റെ വിശ്വാസവും സ്നേഹവും തീഷ്ണതയും എല്ലാം തന്ന് ഞങ്ങളെ ഈശോയുടെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രത്യാശ എന്ന കൃപ കൊണ്ട് ആ ഒരു ഹോപ്പ് ഞങ്ങൾക്ക് പറ്റും. ഈശോ കൂടെയുള്ളതിനാൽ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു വലിയ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ കൂട്ടുകാർ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.